ഇവിടെ കുറച്ച് ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് അമ്മു, അർജുൻ, പിന്നെ അർജുനായിട്ടും നിതിനായിട്ടും കീർത്തനേച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് പ്രത്യേകം എന്നോട് അമ്മ വിളിച്ച് പറഞ്ഞു എനിക്ക് ഫ്രൈഡ് റൈസ് മതി വർഷേന്ന് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഫ്രൈഡ് റൈസിനുള്ള വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാനും അതിൻ്റെ ഫുഡ് ഫുള്ള് ഇതിൻ്റെ ഒരു കൺട്രോളിലായതുകൊണ്ട് പൊലച്ച് കഴിച്ച് പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് ചില്ലി ചിക്കനും പിന്നെ ഫ്രൈഡ് റൈസും പിന്നെ കാട ഫ്രൈ ആയിരുന്നു ഉദ്ദേശിച്ചത്. അതിൻ്റെ ഇടയിൽ കുറച്ച് ബീഫൊക്കെ വേണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ബീഫ് എവിടെ നോക്കിയിട്ടും കിട്ടിയിട്ടുണ്ടായില്ല. വീട്ടിലുണ്ടാക്കലില്ല. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടിരാന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ എവിടെയും കിട്ടില്ല. പിന്നെ വരുമ്പോൾ തന്നെ മുഹബത്ത് ക സർബത്തും പിസ്സയും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവർ ഏകദേശം എത്തിയപ്പോൾ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ എത്തി ഞങ്ങളെന്ന്. അപ്പോൾ തന്നെ ഞാനൊക്കെ സെറ്റാക്കി വെച്ച് അവർ വന്നപ്പോൾ എന്താണെന്നറിയില്ല നിത്തു അക്കൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ അവരൊക്കെ ഒന്ന് സമാധാനിപ്പിച്ചൊന്ന് ഹാൻഡിലൊക്കെ ചെയ്ത് ഞാൻ വേഗം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോയിട്ട് അവർ വന്ന സമയത്താണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി ഏകദേശം കഴിക്കാൻ. നമ്മൾ ഫ്രൈഡ് റൈസ് നമ്മൾ റെഡിയാക്കി വെച്ചാൽ പിന്നെ വേഗം ആവുമല്ലോ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി അപ്പോഴത്തേക്ക് അമ്മ പായസം ഉണ്ടാക്കുന്ന കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവർക്ക് ഫുഡൊക്കെ കൊടുത്തു. അവർക്ക് ഫുഡൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അതൊരു സമാധാനം. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു അമ്മയും കുട്ടിയും വന്നിട്ടുണ്ടായിരുന്നു ഭക്ഷണം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അവർക്കും കുറച്ച് നമ്മുടെ ഒരു പങ്ക് കുറച്ച് ഫുഡൊക്കെ കൊടുത്തു. അവർ ഹാപ്പി, അവരും പോയിട്ടോ. പിന്നെ ഇവിടെ യുദ്ധമായിരുന്നു. നിത്തു അക്കും പിന്നെ കീർത്തനേച്ചിൻ്റെ മോളും കൂടി ഭയങ്കര തല്ലും പിടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടി നൈസായിട്ട് അവരെന്താ കൊണ്ടുവന്നേ നോക്കിയപ്പം എനിക്കിഷ്ടപ്പെട്ട എല്ലാ സംഭവങ്ങളും അതിലുണ്ട്. ചോക്ലേറ്റും ലോട്ടോ ചോക്കോബായും എല്ലാതുണ്ട്. ലേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കാണെങ്കിൽ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അമ്മേൻ്റെ പായസമൊക്കെ കുടിച്ചു. പിന്നെ കുറച്ചൊരു ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്ക് അവർ പോവാന്ന് പറഞ്ഞു. കുറച്ചൊക്കെ അവരോട് നിൽക്കാൻ പറഞ്ഞു. പക്ഷേ അവർ നിന്നില്ല. അവരെന്തായാലും എല്ലാവരും ടാറ്റയൊക്കെ പറഞ്ഞ് അക്കും അങ്ങോട്ട് സെറ്റായിട്ടുണ്ടായിരുന്നില്ല അവരേറ്റ്. പക്ഷേ പോകുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം. പോവില്ലേ ഇവരൊക്കെ എന്നുള്ളതിൽ ഭയങ്കര ടാറ്റ കൊടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവരെല്ലാവരും പോയി. അപ്പം